എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. आज सुबह ही वक्त मसीह की ओर आए हुए सारे सबों प्रति मसीह को मैं धन्यवाद देता हूँ. ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. आज सुबह ही वक्त प्रार्थना के साथ भी साथ बैठ जाए. मसीह की आत्मा हमारे साथ वाद विवाद करते ही रहेंगे. കാരണം ദാവീദ് പറയുന്നു, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിങ്കലേക്ക് കടന്നു വരും. दावीद ने यह बात दी, प्रार्थना सुनने वाले मसीह यहोवा सारे लोग मसीह की ओर आ रहा है. അതെ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. प्रार्थना सुनने वाला यहोवा मसीह को हम प्रार्थना करते हैं, वही सुनता है, जवाब देता है. ആമേൻ. അപ്പോൾ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി നൽകും എന്ന് നമ്മൾ വിശ്വസിക്കുക. उसी घड़ी में हमारा प्रार्थना में निरंतर प्रार्थना करते ही रहते हैं, जवाब मसीह की ओर से मिलते रहते हैं. കാരണം ദൈവത്തിന്റെ വചനം അതിന് നമുക്ക് അനേക ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. और इसके नमूना दिखाने के लिए औरों की तरफ से यहोवा ने किए हुए आश्चर्य अद्भुत काम कार्य दिखाने के लिए है. യേശു ക്രിസ്തു പറഞ്ഞതായിട്ടുള്ള എല്ലാ ഉപമകളും എല്ലാ മെസ്സേജുകളിലും പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നു എന്ന് യേശു സ്ഥാപിച്ചു. यीशु मसीह की ओर प्रार्थना करते हैं, वो प्रार्थना को जवाब मिलता है. यही शब्द काम यीशु मसीह की ओर से स्थापित की है. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണമെന്ന്. यही कारण में मसीह ने कहा, प्रार्थना में जागते ही रहो. ആമേൻ. ഇന്ന് പകൽക്കാലവും നമുക്ക് കഴിഞ്ഞ ദിവസം ചിന്തിച്ച അതേ വേദഭാഗത്ത് നിന്ന് നമുക്ക് അല്പം കൂടെ ചിന്തിക്കാം. आइए आज विजन के लिए बीते हफ्ता में विषय और चिंता किया, उसकी साथ भी साथ बाकी भाग हम चिंता में आए. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. लूका के सुसमाचार 18वां अध्याय की प्रथम पद. ആമേൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് അല്പം ചിന്തിക്കാൻ ഇടയായി. बीते सप्ताह उसी में से चंद बात मनन करने के लिए अवसर मिली है. അവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. वहां पर दिया है, फिर उसने उसके विषय में की नित्य प्रार्थना करना. അതെ, പ്രൈസ് ദി ലോർഡ്. അപ്പോ മടുത്തു പോകരുത്, ഹിയാബനാച്ചോണ്ട മടുത്തു പോകരുത് എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. और नित्य प्रार्थना करना और हियाब ना छोड़ना. അപ്പോ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മടുപ്പുകൾ അനുഭവപ്പെടാറുണ്ട്. हमारा खड़ी खड़ी समय में हमारा हियाब छोड़ देते हैं. നമ്മുടെ ജീവിതത്തിൽ അനേക വിഷയങ്ങളിൽ, അത് പ്രാർത്ഥനയിൽ മാത്രമല്ല, അനേക വിഷയങ്ങളിൽ നമുക്ക് മടുപ്പ് അനുഭവപ്പെടാറുണ്ട്. केवल प्रार्थना में नहीं, और कई बातों में, अनेक बातों में हमारा हियाब छोड़ देता है. ये बात हम देखते हैं. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയേ, ഏതെല്ലാം വിഷയങ്ങൾക്ക് നമുക്ക് മടുപ്പ് സംഭവിച്ചിട്ടുണ്ട്. आइए जांच ले, हमारा जिंदगी में हमारा हियाब छोड़ा हुआ कई बात हमारे में आया है. അത് എപ്പോഴെല്ലാം സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, वो हियाब छोड़ देते हैं कभी कभी, कभी समय वो होता है हम सोच विचार करना. നമ്മളൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി നമ്മുടെ വാക്ക് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാതെ വരുമ്പോൾ നമുക്ക് മടുപ്പ് അനുഭവപ്പെടും. हम कहते हैं, सुनाता है, जो शब्द वो व्यक्ति मानता नहीं, सुनता नहीं है, तो हम हियाब छोड़ देते हैं. പിന്നെ ആ വ്യക്തിയുമായിട്ട് നമ്മളൊരു ബന്ധം സ്ഥാപിക്കാനോ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കാനോ പോലും ആഗ്രഹിക്കുന്നു.
ऐसा अवसर में फिर बाद में उनका साथ मेल मिलाप करने के लिए हम याव नहीं रखते हैं। നമ്മളെ ഒരു വ്യക്തി തെറ്റിദ്ധരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മെ കുറിച്ച് മനസ്സിലാക്കാതെ വരുമ്പോൾ നമുക്ക് ആ വ്യക്തിയുമായിട്ട് ഒരു മടുപ്പ് അനുഭവപ്പെടും. हम कौन है, हमारा शब्द क्या है, जांच लेता नहीं है तो वो ही व्यक्ति के साथ हमारा शब्द दुर्बल हो जाते हैं। അപ്പോ ജീവിതത്തിൽ പല മേഖലകളിലും പല അവസ്ഥകളിലും മടുപ്പ് അനുഭവപ്പെടാറുണ്ട്. कई प्रकार की स्थिति परिस्थितियों में हमें ही अभी छोड़ देते हैं। എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞത് എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് മടുപ്പ് അനുഭവപ്പെട്ടാലും പ്രാർത്ഥനയിൽ നിങ്ങൾ ഒരിക്കലും മടുത്തു പോകരുത്. जो हमारा जिंदगी में कई बातों में हमारा ही अब छोड़ देता है तो प्रार्थना में निरंतर नित्य प्रार्थना करना और हिया बिना छोड़ना चाहिए। ആമേൻ. അതെ, നാം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കാനിടയായി. बीते सप्ताह इसके बारे में हम मनन किया था। കാരണം പലപ്പോഴും പലരും പറയാറുണ്ട്, എനിക്ക് ഇനി ഈ വിഷയത്തിന് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. औरों ने ऐसी बात कहते हैं, ये विषय के बारे में प्रार्थना करने के लिए मुझे सामर्थ्य शक्ति है नहीं। ഞാൻ ഇത്രത്തോളം പ്രാർത്ഥിച്ചു, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലല്ലോ, ഇനി ഞാൻ മടുത്തുപോയി, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. इतने साल महीना भरकर मैं प्रार्थना निरंतर करते ही रहते थे, लेकिन उसको जवाब नहीं मिलता है अभी, और उसका बारे में प्रार्थना करने के लिए मेरा मन नहीं लगते है। കാരണം നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു, അതിന് മറുപടി ലഭിച്ചില്ല എന്നുള്ള ചിന്ത വരുമ്പോഴാണ് നമ്മൾ മടുത്തു പോകുന്നത്. कारण यही है, बहुत समय हम उसी के लिए जागते हुए प्रार्थना किया है, जवाब नहीं मिलता है, इसी कारण में हम हियाब छोड़ देते हैं। അങ്ങനെയെങ്കിൽ അബ്രഹാമിനെ പോലെ അത്രയും വർഷം പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ऐसा होवे तो हम जान चले, इब्राहिम इतने वर्ष जो प्रार्थना के जवाब के लिए जागते ही रहा, वो और उसकी शब्द के लिए जागते रहते थे। കാരണം അബ്രഹാമിന്റെ പ്രാർത്ഥനാ വിഷയം നാം പ്രാർത്ഥിക്കുന്നത് പോലുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയല്ല അബ്രഹാം പ്രാർത്ഥിച്ചത്. अब्राहम के प्रार्थना का विषय मैं और आप प्रार्थना करता है ऐसे प्रकार है नहीं। ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. यहोवा ने इब्राहिम की और प्रतिज्ञा की, जो प्रतिज्ञा अपनाने के लिए प्रार्थना करते हैं। ദൈവം പറഞ്ഞതായ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ഇത്രയും വർഷമായിട്ടും മറുപടി ലഭിക്കാതെ വരുമ്പോൾ നാം ആണെങ്കിൽ എന്ത് ചെയ്തേ? और यहोवा ने बताया, बात दी, और इतने वर्ष तक जागते ही रहा, जवाब नहीं मिलता, हमारा और हाल क्या होता है। ആമേൻ. എന്നാൽ അബ്രഹാം ആ വിഷയത്തിൽ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചെന്ന തിരുവചനം പറയുന്നത്. बाइबल यही चेतावनी हमें देता है, आशा के विरोध में आशा के साथ इब्राहिम ने जागते हुए प्रार्थना करते ही रहता है। പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥനയില് നമ്മുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ അല്ലെങ്കിൽ നാം തളർന്നു പോകാതെ വണ്ണം വീണ്ടും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. प्यारो यही बात है, प्रार्थना करते रहते हैं, प्रार्थना को जवाब नहीं मिलते हैं, थक जाते हैं, तो मसीह की वाणी यही है, थक जाना नहीं, जागते ही रहना। യോന പ്രവാചകൻ അതിനെക്കുറിച്ച് ഒരു കാര്യം പറയുന്നു. യോനാ ഭവിഷ്യവക്ത ने उसके बारे में यही बात दिया देता है। യോനയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ ചെല്ലുമ്പോൾ യോന അവിടെ ഒരു കാര്യം വിളിച്ചു പറയും. यूना के पुस्तक में और दूसरा अध्याय में एक वचन ऐसा दिया देता है। അവൻ 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ താൻ ഇങ്ങനെ പറയുന്നു, എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു
എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി. वहां पर यही शब्द दिया है, यो मोहे प्रार्थना कर निरंतर करते ही रहा लेकिन उसको जवाब नहीं मिला और मैं थक गया, तब मेरा प्रार्थना यहोवा के साथ पहुंच गया है. നോക്കിയേ, യോന പറയുന്നത് എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ मेरा प्रार्थना मेरा हृदय में थक गया है. താൻ പ്രാർത്ഥിച്ച് ക്ഷീണം അനുഭവിച്ചു. കാരണം മറുപടി ലഭിച്ചില്ല. ക്ഷീണം അനുഭവിച്ചപ്പോൾ അവൻ യഹോവയെ ഓർത്തു. प्रार्थना करते करते रहा है, जवाब नहीं मिला है, थक गया है, तब यहोवा का आवाज को स्मरण आया है. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? हमारा जीवन में इसी प्रकार की थक जाता है और तब हम क्या करें? നമ്മൾ മറ്റു പല വഴികളും അന്വേഷിക്കും. और रास्ता हम ढूंढते हैं. കാരണം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തില് ലോകപരമായി ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം കിട്ടാൻ വേണ്ടി അവൻ പല വഴികളും തേടാറുണ്ട്. और आजकल दिनों में लोग जागते रहते हैं, मिलता नहीं, और वो दूसरा काम ढूंढते हैं. അതെ, സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ പല വഴികളും ആശ്രയിക്കുന്നു, പക്ഷെ അവിടെ ഒന്നും ലഭിക്കുന്നില്ല. शांति के लिए लोग बहुत सारे रास्ता ढूंढते हैं लेकिन वहां हमसे नहीं मिलते हैं. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വേറെ വഴികൾ അന്വേഷിക്കാറുണ്ട് നമ്മുടെ ചില കാര്യങ്ങൾക്ക്. हमारा कुछ काम के लिए दूसरा रास्ता हम ढूंढते हैं. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, ആമേൻ, താൻ ക്ഷീണിച്ചപ്പോൾ യഹോവയെ ഓർത്തു. वहां पर यही वचन दिया, जब मैं मूर्छित खाने लगा तब मैंने यहोवा को स्मरण किया. അതെ, ദൈവത്തെ ഓർക്കുക. നമ്മുടെ ജീവിതത്തിൽ ക്ഷീണങ്ങൾ അനുഭവപ്പെടുമ്പോൾ, പ്രയാസം അനുഭവപ്പെടുമ്പോൾ ദൈവത്തെ ഓർക്കുക. हमारा जिंदगी में हम थक जाते हैं, मूर्छित खा जाते हैं, तब यहोवा को स्मरण रखना हमारा आवश्यकता है. എന്തിനാ അപ്പോൾ നമ്മൾ ദൈവത്തെ ഓർക്കുന്നത്? तब स्मरण रखता है क्या कारण के लिए? കാരണം ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. कारण यही है, प्रभु ने हमें एक प्रतिज्ञा दी है. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്ക് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്തുകൊണ്ട് ഇതിന് മറുപടി വരുന്നില്ല? कई बात कार्य के लिए परमेश्वर के दास ने प्रार्थना में जागते ही रहा, उसको जवाब नहीं मिलते हैं, तब परमेश्वर के दास का जीवन में भी यही सवाल उठ गई थी. ആമേൻ. ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം എനിക്ക് ഒരു വാക്യം എന്നോട് ഇടപെടുവാനിടയായി. तो परमेश्वर के साथ बातचीत किया, प्रार्थना किया, शकाया, तब यहोवा ने मुझे को एक प्रतिज्ञा की वचन दिया. അത് നമുക്കെല്ലാം സുപരിചിതമായ, നമ്മളെല്ലാം അറിയുന്ന ഒരു, എപ്പോഴും പറയുന്ന ഒരു വാക്യമാണ്. हमारा सुपरिचित पद है, हम कहते ही रहते हैं जो वचन है. ഹബക്കൂക്കിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. हबक्कूक की पत्री और 3रा अध्याय 3रा पद में, 2-3 दूसरा अध्याय 3रा पद में ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്ക, അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. और दर्शन के लिए एक दिन रखा है और समाप्त होने के लिए बाकी है. देर लगेगा तो भी वो संभव में आ जाएगा. ആമേൻ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു അവധി വെച്ചിട്ടുണ്ടെന്ന് മാത്രം നമ്മൾ പറയാറുണ്ട്. और हम कहते हैं क्योंकि इस दर्शन की बात नियत समय में पूरी होने वाली है, वरन
इसके पूरे होने का समय वेद से आता है। പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെന്നല്ല, നമുക്ക് വേണ്ടി ദൈവം പറഞ്ഞിട്ടുള്ള വാക്കിന് വേണ്ടി ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. प्यारो, हम जांच लेते हैं, हमारा हम मांगते हैं तब मिलता नहीं, लेकिन मसीह ने हमारे लिए पूरा करने को एक दिन रखा है। പക്ഷെ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതായ ആ സമയം തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധം. कारण यही है, हम प्रतीक्षा रखता है, जागता है, वही समय में मिलना वो असंभव है, लेकिन मसीह का समय में ये बात पूरा कर देता है। കാരണം പത്രോസും അതാ പറയുന്നത്, തന്റെ ബലമുള്ള കരക്കീഴിൽ താണിരിപ്പീൻ, താൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടത്. इसी कारण में प्रेरित पत्रोस ने यह बात दी है, हमारे पर मसीह का बात पूरा होने तक उनका चरणों पर बैठ जाए, खड़ी समय वो बात पूरा कर देंगे। ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. मसीह ने परमेश्वर की दास की और बातचीत की, उसका बारे में मनन करता है। ഇവിടെ പറയുന്നത് ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. यहाँ पर यही बात दी है, दर्शन की बात नियत समय में पूरा होने वाली है। അപ്പോ അത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞത്, ഞാൻ ആ വിഷയത്തിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. जो परमेश्वर के दास की और वाणी यही है, प्रभु ने कहा हुआ शब्द की पूरा होने के लिए काम वहां पर तैयारी की है। അത് നീ എന്നോട് ചോദിച്ചതായ വിഷയത്തിന്റെ മേൽ എന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു, അത് ഉടനെ പൂർത്തിയാകും. तूने मुझे मांगा है, जो बात पूरा करने के लिए समय आ पहुंचा है, खड़ी समय में जो बात समाप्त में आ जाएंगे। കാരണം ഇവിടെ പറയുന്നത്, അതിന്റെ സമയം ഒരിക്കലും തെറ്റുകയില്ല, അത് വൈകിയാലും നീ അതിനു വേണ്ടി കാത്തിരിക്കണം. वो यहाँ पर ये बात है, इसकी मतलब हमको की दूसरा अध्याय 3 पद में यही बात है, इसमें धोखा ना होगा, चाहे इसमें विलंब भी हो तो भी उसकी बाट जोते रहना, क्योंकि वह निश्चय पूरी होगी। നോക്കിയേ, അത് നിശ്ചയമായിട്ടും അത് ഒരിക്കലും മാറിപ്പോകത്തില്ല. അവിടെ ഒരു നിശ്ചയം തന്നിട്ടുണ്ട്, ഉറപ്പ് തന്നിട്ടുണ്ട്. क्योंकि वह निश्चय पूरी होगी, ये बात मसीह ने हमारे लिए वायदा के साथ बताया है। അപ്പോ എന്ത് ചെയ്യണം? അവിടെ നീ കാത്തിരിക്കുക, അതിന് മാറ്റം സംഭവിക്കത്തില്ല, അത് ഉറപ്പായും നിനക്കത് ലഭിക്കും. जागते ही रहे, देर लगेगा तो भी निश्चय वो दर्शन की बात पूरा हो जाएगा। കാരണം നീ ഇത് ചോദിച്ചത് ഒരു മനുഷ്യനോടല്ല, സകലതും പൂർത്തീകരിപ്പാൻ കഴിയുള്ള ദൈവത്തോട്. कारण यही है, ये बात तूने पूछताछ की मनुष्यों की ओर नहीं, पूरा कर सकने वाला मसीह की ओर मांगा है, वो समय पर पूरा हो जाएगा। കാരണം എന്തെന്നറിയാമോ? മനുഷ്യന്റെ വാക്കുകൾക്ക് മാറ്റം സംഭവിക്കും, പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കരുത്. कारण यही है, मनुष्य के पद हट जाएंगे, लेकिन मसीह ने कहेगा तो वो कभी भी हटेगा नहीं। കാരണം യേശു പറഞ്ഞത്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും എന്റെ വചനത്തിന്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരത്തില്ല, അത് നടക്കും. मसीह ने यही बात दी है, आकाश और पृथ्वी ठहर जाएंगे, ठहर जाएगा तो भी परमेश्वर की शब्द से एक मात्रा, एक बिंदु ना ठहरेगा। കാരണം അത് പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി ദൈവം തന്നിട്ടുള്ളതാണ്. कारण यही है, संपूर्णता में आने के लिए मसीह की चेतावनी वाणी हमारे लिए है। അപ്പൊ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള വാക്ക് മാത്രമേ ദൈവം പറയത്തുള്ളൂ, അത് നടക്കാത്ത ഒരു വിഷയം ദൈവം ഒരിക്കലും പറയത്തില്ല.
संपूर्णता में आने के लिए हो सकता हुआ बात तो मसीह की ओर कहा है, लेकिन असंभव की बात वहां पर है ही नहीं है। കാരണം വാക്ക് മാറ്റി പറയാൻ നമ്മുടെ ദൈവം ഒരു രാഷ്ട്രീയ നേതാവൊന്നുമല്ല. बोली वो हटाकर दूसरा बोलने के लिए हमारा यीशु मसीह और आंदोलन की व्यक्ति नहीं है। കാരണം ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം നമുക്ക് വലിയ വലിയ വാഗ്ദത്തങ്ങൾ നൽകും, വലിയ വലിയ പ്രോത്സാഹനവും വാഗ്ദത്തവും നൽകും. പക്ഷെ അത് നിവർത്തിക്കണമെന്ന് നിർബന്ധം. आजकल दिनों में दुनियादारी लोगों ने बहुत प्रतिज्ञा करते हैं, वायदा बनाते हैं, लेकिन संपूर्णता में लाता नहीं है, लाएगा भी नहीं है। എന്നാൽ നമ്മുടെ ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് മാറുവാൻ നമ്മുടെ ദൈവത്തിന് അറിയത്തില്ല. एक पद, एक शब्द हमारे ओर पहुंचा गया तो वो हटाने के लिए मसीह मनुष्य नहीं है। അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും പറയാറുണ്ട്, നമ്മുടെ ദൈവത്തിന് രണ്ട് കാര്യങ്ങൾ മാത്രം അറിയത്തില്ല. हम ऐसी बात करते रहते हैं, दो शब्द मसीह ने हटाएगा नहीं और झूठे बात नहीं कहेंगे। കാരണം നമ്മൾ ചെയ്യും, പക്ഷെ ആ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയില്ല, ദൈവം അത് ചെയ്യത്തില്ല. हम किया करता है, लेकिन मसीह को हो नहीं कर सकते है। കാരണം ദൈവം വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ നിന്നും മാറിപ്പോകുന്ന ദൈവമല്ല. कारण यही है, एक प्रतिज्ञा की मसीह ने, जो प्रतिज्ञा से उन्होंने हटेगा नहीं। കാരണം ദൈവവചനം പറയുന്നു, അവന്റെ വാക്കുകളെല്ലാം ഊവ് ഊവ് എന്നും ഇല്ല ഇല്ല എന്നും. और प्रभु की वचन यही दिया है, मसीह की शब्द आवाज हाँ हाँ ऐसी बात कहते हैं। കാരണം നമ്മളാണെങ്കിൽ പറയും ആ നോക്കട്ടെ, അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കട്ടെ, ഒന്ന് ചിന്തിക്കട്ടെ. ദൈവത്തിന് അങ്ങനത്തെ വാക്ക് ദൈവം പറയത്തില്ല. हम कहीं किसी का साथ बातचीत करेगा तो हम कहेंगे हाँ देखेंगे, थोड़ा चिंता करेंगे, उसके बाद में जवाब देंगे, ऐसा कहते हैं। പക്ഷെ ദൈവം അങ്ങനെയല്ല. ഞാൻ നിനക്ക് നൽകി തരാമെന്ന് പറഞ്ഞാൽ അത് നൽകി തരിക തന്നെ ചെയ്യും. मनुष्य की बात की हालत से नहीं, मसीह ने हमें कुछ दिया देगा कहेगा तो दिया देता है। കാരണം ദൈവവചനം എന്നോട് പറഞ്ഞത്, ഞാൻ നിന്റെ വിഷയത്തിന് വേണ്ടി നീ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ആ പ്രവൃത്തി ആരംഭിച്ചു. मसीह की वाणी मुझे की ओर आई है, तू मुझे पूछताछ की, मांगा, जो मांगा उसी घड़ी में जवाब देने के लिए काम कार्य वहां पर शुरू किए। അതിങ്ങനെ അതിന്റെ സമാപ്തിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ നീ മടുത്തു പോകരുത്. और उसका अंतिम समय मिलने के लिए काम कार्य हो रहा है, लेकिन हियाब बांध कर रहा है। അപ്പോ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിലും അതിന്റെ പ്രവൃത്തി ഉടനെ ആരംഭിക്കുക. जो हम मांगते हैं, जो बात को जवाब देने के लिए काम मसीह की और शुरुआत है। പക്ഷെ നമ്മുടെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് എല്ലാ വിഷയവും ചോദിച്ച ഉടനെ ലഭിക്കണം. हमारा मन भावना यही है, मसीह की ओर मांगते हैं, मांगने का समय तुरंत जवाब मिलना। കഴിഞ്ഞ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ഞാനൊരു വ്യക്തിയോട് ഒരു കാര്യം പറയാനിടയായി. ये वर्ष की आरंभ में एक व्यक्ति का साथ ये बातचीत की है। ആ വ്യക്തി വളരെ നിരാശയായിരുന്നു, വളരെ തളർന്ന ഒരവസ്ഥയിലായിരുന്നു. എന്റെ വിഷയത്തിന് മാത്രം എന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല? जो प्रार्थना करते करते रहते हैं, मांगते हैं, जवाब मिलता नहीं है, मेरा सवाल को क्यों नहीं जवाब मिलता है? എന്നോട് പറഞ്ഞു, പാസ്റ്റർ അതിന്റെ സമയം ഒത്തിരി കഴിഞ്ഞു പോയി, പലരും അതിനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി, എന്റെ വീട്ടിൽ തന്നെ അതിന്റെ പ്രശ്നം ആരംഭിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? पास्टर साहब यही बात ही मेरा है, बहुत सारे लोग पूछताछ करते हैं और मेरे घर में भी गड़बड़ शुरू होते हैं, घर में भी शांति नहीं होता है,
इसकी अर्थ क्या होता है? ആമേൻ. താൻ വളരെ നിരാശയിലായി എന്നോട് സംസാരിച്ചു. बहुत सारे निराशा के साथ उन्होंने बातचीत की. ഞാൻ ഒരു വാക്ക് പറഞ്ഞു, ഈ വർഷം ദൈവം അത് സാധിപ്പിച്ചു തരും, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. वो परमेश्वर के दास ने उनकी ओर यही बात दी, यही वर्ष तुम पूछताछ करते हैं उसको जवाब मिल जाएंगे, यही वर्ष में मिलेगा, वो स्मरण करते हुए प्रार्थना में लवलिन है. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങളുടെ ഇതേ വിഷയം പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആ വിഷയത്തിന് വേണ്ടി ഈ വർഷം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കും. वही ने वचन यही दिया है, आपने कहा हुआ यही बात कई लोग मुझे की ओर बताया है, मैं यही बात स्मरण करते हुए दिनम प्रति प्रार्थना में लगे रहेंगे. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ആമേൻ സ്കൂളിൽ ഇരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഒരു മെസ്സേജ് വന്നു. परमेश्वर के दास में स्कूल में था, तुरंत एक मैसेज अपना फोन में आया. ഞാൻ ആ മെസ്സേജ് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞ പ്രാർത്ഥനയുടെ മറുപടി അതിലിട്ടിരിക്കുക. जो मैसेज ढूंढा है तब उसमें जो व्यक्ति को परमेश्वर के दास ने वचन दिया, जो परिपूर्णता में आया है, उसके बारे में है. കാരണം ആമേൻ എന്നോട് പറഞ്ഞത്, ഇതാ 6 മാസമായി ഈ വർഷത്തിൽ ഇതുവരെയും മറുപടി വന്നില്ല എന്ന നിരാശപ്പെട്ട വിഷയം. परमेश्वर के दास ने उनको बातचीत करने का समय वो ही ने बताया, 6 महीना तक मैं इसके लिए जागते ही रहा, प्रार्थना किया, उसको जवाब नहीं मिला, लेकिन अभी उसको जवाब मिल गई है. ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, അതിന്റെ പണിപ്പുരയിലാണ്, അതിന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു, അത് വരിക തന്നെ ചെയ്യും. मानोगे यही बात हम मांगते हैं, पूछते हैं, जो प्रभु की ओर से उसको जब वो मिलने वाला है, जागते ही रहे. അതെ, നമ്മുടെ ജീവിതത്തിൽ മടുത്തു പോകരുത്. അതാ കർത്താവ് പറഞ്ഞു, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. और इसी कारण में वचन चेतावनी दिया है, और हियाब बांधकर प्रार्थना करते ही रहो. ആമേ. ഞാന് ഒന്ന് പരിശോധിച്ചപ്പോൾ ഈ മടുക്കാതെ ലജ്ജിക്കാതെ എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. और यही वचन है, पूछताछ करते हैं और निरंतर उसके लिए प्रार्थना करने वाला व्यक्ति के साथ मैं बातचीत की है. എന്ന് പറഞ്ഞാല് ആമേൻ, താൻ ചോദിച്ചുകൊണ്ടേയിരിക്കും, തനിക്ക് ഒരിക്കലും ലജ്ജയില്ല, ലഭിച്ചില്ല എന്ന് ചിന്തിക്കത്തില്ല, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. और एक व्यक्ति के बारे में यही बात है, मैं निरंतर, जवाब मिलता नहीं है तो भी निरंतर उसके लिए जागते हुए प्रार्थना ही करते रहते हैं. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന അല്ല, പക്ഷെ ചോദിക്കുന്നത്, ആമേൻ, ചോദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി. और मांगते ही रहता है, पूछताछ करते ही रहते हैं. പ്രൈസ് ദി ലോർഡ്. ആരെന്നറിയാമോ? जो कौन है? ഭിക്ഷ മേടിക്കുന്നവർ, ഭിക്ഷ യാചിക്കുന്നവർ, അവർ ഒരിക്കലും മടുക്കത്തുമില്ല, ലജ്ജിക്കത്തുമില്ല, അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും, ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിൽ. और भिख मांगने वाला केवल वही है, उसको पूछताछ करते हैं, चीज को जवाब मिलता नहीं है तो भी निरंतर मांगते ही रहते हैं. പലരും കൊടുക്കുന്നുണ്ട്, പലരും കൊടുക്കുന്നില്ല, അവജ്ഞയോടുകൂടെ ആമേ മാറ്റി നിർത്തുന്നുണ്ട്, എങ്കിലും ആ വ്യക്തി ഒരിക്കലും ആ ചോദിക്കുന്നത് നിർത്തത്തില്ല, ചോദിച്ചുകൊണ്ടേയിരിക്കും. और यही बात है, मांगने वाला मांगते ही रहते हैं, नहीं मिलेगा और तका मांगते हैं, निगाह देते हैं, कुछ भी हो फिर भी उन्होंने पूछताछ मांगते ही रहते हैं. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു ഭിക്ഷക്കാരൻ ഒരു വ്യക്തിയോട് പൈസ എന്തെങ്കിലും ചോദിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ അടുത്ത വ്യക്തിയോട് ചോദിക്കാതിരിക്കുമോ? मानोगे यही बात है, एक भिख मांगने वाला एक व्यक्ति को हाथ लंबा किया है, मांगा है, दिया नहीं, चलो हमको देता नहीं हम जाएंगे, ये कहता नहीं, औरों को साथ
हाथ लंबा करता है। പ്രീശനോട് താൻ എല്ലാ വ്യക്തികളോടും ഓരോരോ വ്യക്തികളോടും ചോദിച്ചുകൊണ്ടേയിരിക്കും. തനിക്കറിയാം ആരെങ്കിലും ഒക്കെ കൊടുക്കും. एक एक व्यक्तियों को पूछताछ करते ही रहते हैं। कोई भी किसी भी उन्होंने दिया देगा। ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മടുപ്പ് അനുഭവപ്പെടരുത്. परमेश्वर के दास ने सुबह ही वक्त आपकी ओर स्मरण दिलाता है, मसीह की ओर मांगते ही रहते हैं, पूछताछ करते ही रहते हैं, उसमें हियाव बांधकर पूछताछ करते ही रहो। ഇന്ന് പകൽക്കാലം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. एक बात स्मरण रखे और दिला हिम्मत बांधकर प्रार्थना करे, मैं पूछताछ मसीह की ओर की है, उसको जवाब मिलने का समय आ पहुंची है। അതിനാണ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. यही कारण से इब्रानियों की पत्री में हमें स्मरण दिलाता है। ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നോട് അപേക്ഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? मसीह की ओर आने वालों को जब आप प्रार्थना का जवाब देता है और उनकी ओर आने वालों को प्रार्थना मसीह त्याग नहीं करते हैं, ये विश्वास में रहना। അപ്പൊ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് ചോദിക്കുമ്പോൾ നമുക്ക് അതിലൊരു നിശ്ചയം ഉണ്ടായിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം, എനിക്കത് ലഭിക്കും. और मसीह की ओर मांगते हुए समय उसको जवाब मिलेगा, उत्तर मिलता है, हिम्मत से प्रार्थना में लबुलंद है। ഇല്ലെങ്കിൽ നമ്മൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യം. नहीं मिलेगा तो उसको विषय में प्रार्थना करने का कोई जरूरत नहीं है। കാരണം ഞാൻ സഭയിൽ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്. कारण परमेश्वर के दास ने मंडली में ऐसा सिखाता है। ചിലരുടെ പ്രാർത്ഥന എനിക്കത് വളരെ വിഷമമായി ഉണ്ടാക്കിയിട്ടുണ്ട്. कईयों का प्रार्थना परमेश्वर का दास को खेदित कर देते हैं। കാരണം പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവെ അവരെ രക്ഷിക്കണമേ, അവരെ വിടുവിക്കണമേ, അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് അവർ ശബ്ദം ഉയർത്തി സഭയിൽ പ്രാർത്ഥിക്കും. उन्होंने आवाज उठाकर प्रार्थना करते हैं, परमेश्वर उनको बदलाहट दे, मन भराने दे और यीशु को ग्रहण करे, यीशु में विश्वास में अटल रहे, ऐसी बात प्रार्थना करते रहते हैं। എന്നിട്ട് അവരുടെ സംസാരത്തിൽ പറയുന്നത്, ഇത് ഒരിക്കലും മാനസാന്തരപ്പെടത്തില്ല. प्रार्थना में करते हैं, लेकिन फिर बाद में बातचीत में उन्होंने ऐसे बताता है वो प्रार्थना को जवाब मिलेगा भी नहीं। ഈ വ്യക്തിയെ ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ല. ये व्यक्ति को कोई किसी भी परिश्रम करेगा तो भी मन भरावट में उनको ला नहीं सकते हैं। എനിക്ക് അതിന് നൽകുവാൻ തക്കവണ്ണം ഒരു നല്ല മറുപടി ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. उनको जवाब देने के लिए प्रभु ने परमेश्वर के दास को एक अच्छे वचन दी है। ഇവിടെ ബോംബെയിലെ നരിമൺ പോയിന്റ് മന്ത്രാലയത്തിന്റെ തൊട്ടടുത്ത് ഒരു സ്ലം ഏരിയ ഉണ്ടായിരുന്നു. और नरिमान पॉइंट बॉम्बे में है, उसका बड़ा शहर है, उसका सामने नरिमान पॉइंट में एक झुग्गी झोपड़पट्टी की जगह है। അവിടെ ഞങ്ങളുടെ പ്രവർത്തനം ഒത്തിരി വർഷം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. बहुत साल से लेकर काम करते ही चलते हैं। അവിടുത്തെ ഏരിയയെ കൈയടക്കി വെച്ചിരുന്ന ഒരു ദാത അവിടെ ഉണ്ടായിരുന്നു. वो जगह घेर लिया हुआ एक और दादागिरी करने वाले एक व्यक्ति वहां थे। ആ വ്യക്തിയെ എല്ലാവർക്കും പേടിയ, ആരും അദ്ദേഹത്തോട് മുഖത്തോട് മുഖം നിന്ന് സംസാരിക്കത്തു പോലും. जो व्यक्ति के ओर से डरते हैं, मुहामुह देखते हुए किसी उनका साथ बातचीत भी नहीं करते हैं। ഒരിക്കൽ ആ കുടുംബവുമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ ഇടവന്നു. एक बार उनका परिवारों के साथ बातचीत करने के लिए प्रमुख दास को एक अवसर मिला है। അവർ എന്നെ അവരുടെ വീട്ടിൽ വിളിച്ചു പ്രാർത്ഥിപ്പിച്ചു.
उन्होंने उनका घर पे परमेश्वर का दास को आमदन दी, बुलाहट दी और परमेश्वर का दास वहां पर प्रार्थना की। ഞാൻ ചില ദിവസങ്ങൾ അവിടെ പ്രാർത്ഥന നടത്തുവാൻ ദൈവം അവസരം ഒരുക്കി. പക്ഷെ അത് അദ്ദേഹത്തിന് അത് അറിയാനിടയായി. वो घर में खानदानों की कई दिनों में वहां पर प्रार्थना रखा है, प्रार्थना करते ही रहते हैं, लेकिन घर वालों को मालूम पड़ा है उसका बाद में गड़बड़ की हाल हुई है। കാരണം ആ മനുഷ്യൻ പ്രൈസിലോട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, ഇനി മേലാൽ ഇവിടെ പാസ്റ്റർമാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കരുത്. നിനക്ക് വേണമെങ്കിൽ ഏതെങ്കിലും കാത്തലിക് ചർച്ചിൽ പോയിക്കോ, പക്ഷേ പെന്തക്കോസ്ത് പാസ്റ്റർമാരെ ഇവിടെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കരുതെന്ന്. जो दादागिरी करने वालों ने उनका पत्नी की ओर कहने लगी, और नामधारी कलीसिया में जा वो प्रार्थना की हो, लेकिन हमारे घर में पेंतकोस्त वालों को आमंत्रण देना नहीं। ആ സഹോദരി ഒത്തിരി ഭയത്തോടെ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇവിടെ ഈ ആരാധന നടത്തി കഴിഞ്ഞാൽ എന്റെ ഭർത്താവ് പ്രശ്നമുണ്ടാക്കും, അതുകൊണ്ട് ഇനി ഇവിടെ പ്രാർത്ഥന നടത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. मोर बहन ने पास्टर साहब को यही बात कहने दी, पास्टर साहब और घर में प्रार्थना रखो, मेरा घर में प्रार्थना रखेगा तो यहाँ मेरा घर में और गड़बड़ शुरू होएगा। അവൻ ഈ വിഷയം അറിഞ്ഞിട്ട് അവരുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു മുസ്ലിം വ്യക്തി എന്നെ വിളിച്ച് അവരുടെ വീട്ടിൽ പ്രാർത്ഥന വെക്കാൻ പറഞ്ഞു. वो शब्द सुना है, उसका बदले एक मुसलमान व्यक्ति थे, वो ही ने कहा, पास्टर साहब वो ही प्रार्थना मेरा घर पे रखो। ഞാൻ ആ കുടുംബത്തിൽ പ്രാർത്ഥന ആരംഭിച്ചു. ഈ സഹോദരി തന്റെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. परमेश्वर के दास ने वो मुसलमान का घर में प्रार्थना किया, वो स्त्री ने, औरत ने उनका घर में बैठ कर प्रार्थना करने के लिए शुरू की। ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ ആമേൻ ഒരു കള്ളക്കേസിൽ ജയിലിൽ അടക്കേണ്ടി വന്നു. कई महीनों की बाद में एक झूठा केस उनके प्रति आया, उन्होंने जेल खाने में जाना पड़ा। എന്നാൽ ആ സഹോദരി പിന്നെ പ്രാർത്ഥനയ്ക്ക് വരാനും ഞങ്ങളെ അവരുടെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. वो स्त्री ने प्रार्थना में आने के लिए शुरू किया, उनका घर में प्रार्थना भी रखा। അവർ ആ സഹോദരി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും സ്നാനപ്പെടുകയും ചെയ്തു. वही स्त्री ने यीशु को ग्रहण किया, अपनाया, बपतिस्मा भी ली है। എന്നിട്ട് എന്നോട് ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞു, പാസ്റ്റർ എന്റെ ഭർത്താവ് ജയിലിലാണ് ഇപ്പോ, അദ്ദേഹം മടങ്ങി വരുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി മാത്രമേ മടങ്ങി വരാവൂ, അല്ലാതെ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ട് കാര്യമില്ല. वो स्त्री ने पास्टर साहब को यही चेतावनी बातचीत की, ये पास्टर साहब जेल खाना में से उनको छुटकारा मिलेगा तो अच्छा, दूसरा एक हृदय के साथ, इसकी अर्थ मन भरावट के साथ आना नहीं, वो नहीं होएगा तो उसमें छुटकारा मिलने से कोई फायदा नहीं होता है। എന്ത് സംഭവിച്ചെന്നറിയാമോ? ആമേ പല പ്രാവശ്യവും അദ്ദേഹത്തിനെ കോടതിയിൽ കൊണ്ടുവരുവാനുള്ള അനുവാദം ലഭിച്ചിട്ടും അദ്ദേഹത്തിന് കോടതിയിൽ വരാൻ പറ്റിയില്ല. कई समय उनको कोर्ट में लाने के लिए अवसर हुई, लेकिन फिर भी उनको कोर्ट में आना नहीं दिया। എന്നാൽ ദൈവം പ്രാർത്ഥന കേട്ട് ഒരു ദിവസം അദ്ദേഹം കോടതിയിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായി. परमेश्वर ने वो स्त्री का प्रार्थना सुन लिया और माना। एक बार कोर्ट में आया तब उनका हाथ में धर्मशास्त्रविद है। ആമേൻ. അന്ന് അദ്ദേഹത്തിന് അവിടുന്ന് ജയിൽ മോചിതനാകാൻ ഇടയായി. उसी घड़ी में, उसी दिन जेल से उनको छुटकारा मिली है। അദ്ദേഹം മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, ഒരു ദൈവ പൈതലായി മാറി. उन्होंने मन बनाया, बपतिस्मा लिया और मसीह का एक संतान बन गया। അത് ഒരു സാധാരണ മാനസാന്തരമായിരുന്നില്ല. തകായി എങ്ങനെയാ മാനസാന്തരപ്പെട്ടത്? അതുപോലുള്ള മാനസാന്തരമായി. ये केवल मामूली मन भरावट नहीं था। जकाई ने कैसा मन भरावट में आया, ऐसी नहीं आया, अच्छे रीति पर यीशु को अपनाया। കാരണം അദ്ദേഹത്തെ ആമേൻ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ഭയങ്കരപ്പെട്ട ഒരു മനുഷ്യനായിട്ട്, എന്ന് പറഞ്ഞാൽ ആർക്കും മുഖത്തോട് മുഖം സംസാരിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനായിരുന്നു. परमेश्वर के दास ने वो व्यक्ति को पहले देखे,
वो देखा था, और इतना गंभीर मनुष्य है, मुहामुह देखकर बातचीत भी नहीं करते हैं। इस ऐसा वाला एक महान व्यक्ति है। എന്നാൽ അദ്ദേഹം മാനസാന്തരപ്പെട്ടതിന് ശേഷം ആമേൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ പോലും അദ്ദേഹം ചിരിച്ചുകൊണ്ട് പോകുമായിരുന്നു. मन बढ़ाने के बाद में उनके मुहामुह किसी ने देखते हुए बातचीत करेगा तो, और उन्होंने हंसते हुए बहुत मुंह चेहरे की रोशनी के साथ उन्होंने बातचीत करते रहते हैं। ആ കുടുംബത്തെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാനും അവരുടെ തലമുറകളെ ആമേ സ്നാനപ്പെടുത്തുവാൻ വരെ ദൈവം അവസരം ഒരുക്കി. परमेश्वर के दास को प्रभु ने ऐसी अवसर दी, वो परिवार को, उनका बाल बच्चों को भी बपतिस्मा दिलाते हुए आगे लाने के लिए प्रभु ने अवसर दी है। ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. हम कहते हैं यही बात, मसीह की पुस्तकों में असंभव की एक शब्द नहीं है। ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും അതിന് മറുപടി നൽകുവാൻ എന്റെ ദൈവത്തിന് കഴിയും. कोई भी विषय के लिए हम प्रार्थना करेगा, उसको जवाब वहां मिलता है। കാരണം ആ ദേശത്തിലുള്ള ജനത്തിന് വരെ ഭയങ്കര അത്ഭുതമായി തീർന്നതാണ്. कारण वो झोपड़पट्टी में, झुग्गी में जितने लोग भयभीत में थे, इसके मनमिलावट में वो लोग भी को भी आश्चर्य की बात वहां पर हुई है। അവിടെ മറ്റു പലരെയും സ്നാനപ്പെടുത്തുവാൻ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവം അവസരം ഒരുക്കി. वो गांव में और लोगों को भी मनमिलावट में और बपतिस्मा दिलाने के लिए प्रभु ने अवसर दिया है। ആമേൻ. ഇന്ന് അവിടത്തെ ആ ജോപ്പടപ്പെട്ടി, ആ സ്ലം എല്ലാം മാറി ഇന്ന് നല്ല ബിൽഡിംഗ് അവിടെ വന്നു. वो झुंगी झोपड़पट्टी हटाया और वहां पर अच्छे अच्छे घर, पक्का घर वहां पर आया है। ആ ആമേൻ ബിൽഡിങ്ങില് ആമേൻ 5-6 നിലയുള്ള ബിൽഡിംഗ് അവിടെ വരാനിടയായി. ആ ബിൽഡിങ്ങിൽ ചെന്ന് ഇപ്പോഴും പ്രാർത്ഥന നടത്തുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നു. 6 मंजिल की बड़ा मकान वहां पर आया, वो मकान के अंदर प्रार्थना करने के लिए प्रभु को दास को प्रभु ने अनुमति दी है। പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് ആമേൻ നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. प्यारों में यही बात सुबह ही वक्त चेतावनी देता है, हियाव ना छोड़ना, हिम्मत से प्रार्थना करते रहो, प्रार्थना को जवाब मिल जाएगा। കാരണം ആ ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്, അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. कारण यही है, दर्शन के लिए एक दिन रखा है, वो दिन एक दिन वो संपूर्णता में आ जाएगा। ഇന്ന് പകൽക്കാലം ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്? आज सुबह के वक्त जिन बात के लिए वेदना के साथ, दर्द के साथ जागते हैं, തലമുറകളെ കുറിച്ചുള്ള ഭാരമാണോ? पीढ़ियों के बारे में है। മക്കൾ ദൈവം നൽകിയതെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി ഒരു ഭാവി ഒരുക്കി വെച്ചിട്ടുണ്ട്. संतानों को प्रभु की दान होवे तो प्रभु ने उन्हीं के लिए एक अच्छा भविष्य भी तैयार करके रखेंगे। നിങ്ങൾ അവരെ കുറിച്ച് ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. അതിന്റെ സമയത്ത് തന്നെ അത് നടക്കും. और उनका बारे में कुछ बोझ उठाना नहीं और वेदना समझने का जरूरत नहीं। निर्णायक समय, निर्धारित समय मसीह उन्हीं के लिए अच्छे अच्छे रास्ता खोल देगा। പ്രിയമുള്ളവരെ, ഞാനിത് പറയാനുള്ള കാരണം എന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചതും ദൈവം ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. मैं यही बात आपकी ओर पहुंचाने के लिए कारण, परमेश्वर के दास में प्रभु ने किया हुआ आश्चर्य अद्भुत काम कार्य को देखते हुए आपको ये बात पहुंचा देता है। കാരണം ഇന്നലെ ഭാഷ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തിൽ നടക്കാത്ത ഒരു കാര്യം ഞാൻ ഒരിക്കലും പഠിപ്പിക്കത്തില്ല, പറയുന്നില്ല. और कल के दिन वचन ऐसा दिया है, मेरा जीवन में नहीं आते हैं, करता नहीं है और उपयोग में लाया नहीं है, इसकी बात औरों को सिखाएगा नहीं।
കാരണം എന്റെ ജീവിതത്തിലെ അനുഭവമില്ലാതെ ഞാനത് പ്രാപിക്കാതെ എനിക്കൊരു മറ്റൊരു വ്യക്തിയോട് അത് പറയാൻ പറ്റത്തില്ല. कारण मेरा जीवन में कोई अनुभव नहीं और उसमें कुछ अनुग्रह के कारण नहीं है, तो औरों को अनुग्रह हो जाएगा, मैं कहेगा नहीं, सिखाएगा नहीं. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉടൻ അത് എത്തും, അത് താമസിക്കും. ऐसा होवे तो जांच ले और मेरा प्रार्थना को तुरंत जवाब मिलने का समय आजकल दिनों में आ पहुंची है. ഇന്ന് പകൽക്കാലം നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. आइए हमारा आंख बंद करे, प्रार्थना करे. നമുക്കൊന്ന് പരിശോധിക്കാം, നാം ഏതെല്ലാം പ്രാർത്ഥനകൾ വിട്ടുകളഞ്ഞു, ഏതെല്ലാം പ്രാർത്ഥന ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, അതെല്ലാം നമുക്കൊന്ന് ഓർക്കാം. जांच लो, जांच लेकर हमारा जितने प्रार्थना के लिए प्रार्थना करते ही रहता था, वो प्रार्थना को वापस लाकर स्मरण रखते हुए प्रार्थना करो. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നിങ്ങളോട് പറയുവാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ്. आपकी ओर कहने के लिए, पहुंचाने के लिए एक ही बात यही है. ആമേ, ദൈവം പറയുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥനയെ ആമേ സ്വീകരിച്ച് അതിന്റെ പണിപ്പുരയിലാണ്, അത് താമസിക്കത്തില്ല, അത് ഉടനെ നിവർത്തിക്കും. मसीह की वचन यही है, तुम्हारा प्रार्थना को जवाब मिलने का समय आ पहुंची है. इसी कारण में ये मेरा साथ जागते ही रहो, निर्धारित समय पर उसको जवाब मिल जाएगा. നീ എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ അതിന്റെ മറുപടി ആമേ തരാൻ ആരംഭിച്ചിരിക്കുക. मांगता है उसी घड़ी में जवाब देने के लिए मसीह जागते हुए तुम्हारे लिए है. അത് എന്റെ വർക്ക് ഷോപ്പിൽ, എന്റെ ആമേ പ്രവർത്തന മേഖലകളിൽ ഞാനത് പ്രവർത്തി ആരംഭിച്ചു കഴിഞ്ഞു, അത് താമസിക്കത്തില്ല, എത്രയും പെട്ടെന്ന് അത് കടന്നു വരും. तुम मसीह की ओर मांगा है, जो जवाब देने के लिए मसीह के सामने तैयारी है. तुम जागते हुए प्रार्थना करो, निर्धारित समय पर वो बात संभव हो जाएगा. അതേ ഒരു ദിവസം അത് നിന്റെ മുമ്പിൽ അത് പ്രത്യക്ഷപ്പെടുമ്പോൾ അപ്പോൾ നീ മനസ്സിലാക്കും, ഞാൻ ഇതുവരെയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. एक दिन प्रकट करेंगे मसीह, तब मालूम पड़ेगा और मसीह का काम कार्य कैसे थे. എന്നാൽ ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഞാൻ ഇതാ വേഗം അയക്കുന്നു എന്നാ ദൈവത്തിന്റെ ആലോചന. प्रभु की मधुरवाणी यही है, प्रार्थना करते ही रहते हैं, जो बात को जवाब प्रभु की ओर पहुंचा देता है. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ഉറച്ചു വിശ്വസിക്കാം, എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. इसी कारण में हिम्मत से प्रार्थना करो, जवाब मिलने का समय आ पहुंची है. ഈ വർഷം തീരുന്നതിന് മുൻപ് തന്നെ എന്റെ പ്രാർത്ഥനകളുടെ മറുപടി ദൈവം എനിക്ക് തന്നിരിക്കുമെന്ന് നമുക്ക് ഉറപ്പോടെ വിശ്വസിക്കാം. ये वर्ष समाप्त होने के पहले मैं मसीह की ओर मांगा हुआ बात को सब जवाब मिल जाएंगे. ഞാൻ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു, എന്റെ ആത്മീയ കണ്ണുകൾ കണ്ട് കാണുന്നു, അനേകരുടെ വിഷയങ്ങളുടെ പ്രവർത്തിത പൂർത്തീകരിക്കാൻ പോകും. हमारा जीवन में जितने बात है पूरा करने का है, ये बात पूरा करने के बाकी है, पूरा कर दिया जाएगा. അത് ഈ വർഷം നിങ്ങൾ ദൈവത്തെ ഇത് അധികമായിട്ട് സ്തുതിക്കാൻ പോകുക, എന്റെ ദൈവം എനിക്ക് മറുപടി നൽകി എന്ന് പറഞ്ഞു. ये वर्ष अधिक से अधिक धन्य कहते ही रहो, धन्य कहो. ये वर्ष में मेरा मांगा हुआ प्रार्थना को जवाब मिलने का समय आ पहुंची है. മടുത്തു പോകരുത്, നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. हियाब बांधते रहो, प्रार्थना में लवलीन रहो. സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല സമയത്തിനായി നന്ദി പറയും. हे स्वर्गीय परमपिता, अच्छे समय के लिए धन्य देता हूं. പിന്നെയും ഇന്ന് പകൽക്കാലം ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം. और तूने हमारा साथ बातचीत की, अच्छा संदेश के लिए धन्यवाद. ആമേൻ. ഇന്ന് പകൽക്കാലം വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. आज सुबह ही वक्त मेरा वचन सुना हुआ सभी को तेरे हाथ में समर्पण कर देता है.
ഏതെല്ലാം വിഷയത്തിൽ അവർ ഭാരത്തോടുകൂടി ആയിരിക്കുന്നു ആ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം. जिन जिन बातों में उन्होंने बोझ के साथ आया है उसको जवाब देने के लिए हम प्रार्थना करते हैं. കർത്താവ് അതിനെല്ലാം മറുപടി കൊടുത്ത് അവരെ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. मसीह तूने उनको प्रार्थना को जवाब दिया, इसी कारण के लिए धन्यवाद. ആമേൻ. ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടിയുമായി ഈ നാളുകൾ ദൈവത്തെ സ്തുതിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. प्रत्येक प्रार्थना को जवाब देने के लिए तैयारी की साथ है मसीह है. मसीह वो बात के लिए हम धन्यवाद देता है. ഇന്ന് പകൽക്കാലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. आज सुबह ही वक्त पिता और पुत्र और पवित्र आत्मा के नाम में अनुग्रह करते हुए प्रार्थना करता है. അടിയങ്ങളെ ശുശ്രൂഷിപ്പാൻ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. हमें तेरे दासों को सेवकाई के लिए इस्तेमाल किया, इसलिए धन्यवाद. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. प्रार्थना सुना यीशु मसीह के नाम से, आमीन. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. Praise the Lord.